ഹലോ! അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കുറേ അപ്പൂപ്പൻ താടി കണ്ടു. ഈ അപ്പൂപ്പൻ താടി മരത്തീന്ന്. സത്യം പറഞ്ഞാൽ ഇത് എരിക്ക് മരത്തീന്നാണ് ഈ അപ്പൂപ്പൻ താടി ഉണ്ടാകുന്നത്. അങ്ങനെ അപ്പൂപ്പൻ താടി ആ മരച്ചോട്ടിൽ കാണാം. കുറച്ചൊക്കെ കയ്യിലെടുത്ത് ഞാനിങ്ങനെ ഊതി പറപ്പിച്ചു. പിന്നെ കുറേ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ ഈ അപ്പൂപ്പൻ താടി ആ എരിക്ക് മരത്തിൻ്റെ ചോട്ടിൽ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഇപ്പോൾ ഇതാണ് ആ എരിക്ക് മരത്തിൽ ഇഷ്ടംപോലെ പൂവുണ്ട്. ഈ പൂ ശിവഭഗവാന് മഹാദേവന് ഇഷ്ടപ്പെട്ടൊരു പൂവാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊരു പ്രത്യേക ഐതിഹ്യമുണ്ട്. ഈ വിഷവും പിന്നെ എന്തോ ഔഷധവും ഈ എരിക്ക് ഇല ആയുർവേദത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യമാണ്, ഇത് പുരാണങ്ങളിൽ പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ഇന്നൊരു മാല കെട്ടി ഭഗവാന് സമർപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് മാല കെട്ടാൻ പോവുകയാണ്. ഈ പൂ എടുത്തത് ഇതുപോലെ അങ്ങനെ മാല കെട്ടാനുള്ള നൂല് സൂചിമേൽ കോർത്ത് ഇപ്പോൾ ഏകദേശം സെറ്റാക്കി. ഇപ്പോൾ കുറച്ച് പൂവൊക്കെ ഇങ്ങനെ കോർത്തു. അങ്ങനെ പൂവൊക്കെ ഏകദേശം കോർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൂവിൻ്റെ ഇതളൊക്കെ കളഞ്ഞത് ഈ രീതിയിൽ എടുത്തിട്ടാണ് നമ്മളിത് കോർക്കുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വലിയൊരു മാലയാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കണക്കും സെൻറ്റിമീറ്ററും പോലും എടുക്കാതെ പെട്ടെന്നൊരു ഇതിന് മറ്റേ 1-ാം നിലയുടെ പകുതി മുക്കാലൊട്ട് തറ വരെ നല്ല വലിപ്പത്തിലുള്ളൊരു മാലയാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ കോർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് കോർത്ത് നല്ല വലിപ്പമുള്ളൊരു മാലയാണ്. അങ്ങനെ 1.5 മണിക്കൂറത്തെ ശ്രമത്തിന് ശേഷം മാലയൊക്കെ ഏകദേശം പൂർത്തിയായി. അങ്ങനെ മാല അങ്ങനെ കോർത്ത് കഴിഞ്ഞ് ഇനി മാല നമ്മൾ ആ വാഴയിലോട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതുപോലെ വെച്ചു. ഇനി നേരെ അമ്പലത്തിലോട്ട് പോകാൻ പോകുകയാണ് നമ്മളിപ്പോൾ. അങ്ങനെ ആ അമ്പലത്തിലോട്ടെത്തി. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം മിനിമം 2 കിലോമീറ്ററോളം ദൂരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കളർകോട് ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ഒരു മഹാക്ഷേത്രമാണ്. ശിവഭഗവാന്റെ ഏറ്റവും വലിയ ക്ഷേത്രം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആ റേഡിയസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്ഷേത്രം ഇതാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിലെത്തി. ഞാൻ ക്ഷേത്രത്തിനുള്ളിലോട്ട് പോയി. ക്ഷേത്രത്തിനുള്ളിൽ പിന്നെ വീഡിയോസൊന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ പോയി ഞാൻ ആ മാല ശിവഭഗവാന് സമർപ്പിച്ചു. പിന്നെ ഞാൻ വലം വെച്ച് വന്നപ്പോഴത്തേക്കും തിരുമേനി ആ മാല എടുത്ത് ഭഗവാന് ചാർത്തുന്നത് കണ്ട് എനിക്ക് എന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു കാഴ്ച, ഈ ഒരു ദർശനം എനിക്ക് കിട്ടുമെന്ന്. അത്രയ്ക്കും നല്ലൊരു ഫീലിങ്സ്, ഒരു ഭാഗ്യമായി എനിക്ക് കിട്ടിയത്. ആ ഭഗവാൻ ആ മാല എൻ്റെ കൈ കൊണ്ട് ചെയ്ത ആ ഒരു മാല ഭഗവാന് ചാർത്തുന്നത് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ വളരെ സന്തോഷം. അങ്ങനെ കുറേ നേരം ഭഗവാനെ നോക്കി മറ്റേ സങ്കടങ്ങളും സന്തോഷവും ഒക്കെ പറഞ്ഞു കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത്. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓം നമഃ ശിവായ, ഹര ഹര മഹാദേവ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടി ഞാൻ തിരിച്ച് മടങ്ങുകയാണ്. ഗുഡ് ബൈ.